ആരുടെയെങ്കിലും താല്പര്യം കൊണ്ട് മാത്രം ഇങ്ങനെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഇങ്ങനെ ഒരു പേര് വരുന്നു, അത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് പങ്കുവെക്കുന്നത്. അതേസമയം BJP ഈ വിഷയത്തിൽ കൃത്യമായി നിലപാട് പറയുന്നുണ്ട്. അങ്ങനെ ചരിത്രത്തെ മാറ്റി നിർത്താനാകില്ല, ഇനി ഇതല്ലാതെ എന്താണ് സത്യം എന്നുള്ള ചോദ്യങ്ങളൊക്കെ BJPയുടെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നുണ്ട്. ഈ വിഷയത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇതിൽ കൃത്യമായൊരു രാഷ്ട്രീയമുണ്ട്. കേരളത്തിലെ ഏതു കാര്യത്തിനും അതിൻ്റേതായ രാഷ്ട്രീയം എല്ലാ കാലത്തും ചാർത്തപ്പെട്ടിട്ടുണ്ട്. എല്ലാ കാലത്തും ആ രാഷ്ട്രീയത്തിൻ്റെ ചായവും അതിൻ്റെ നിറവുമെല്ലാം കേരളത്തിലെ ഇഷ്ടാനുഷ്ഠാനം എല്ലാ കാര്യങ്ങളിലും എല്ലാവരും അതിന് നിറം കൊടുത്തിട്ടുമുണ്ട്. ഇതിനെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്മി, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ചരിത്രവും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ചരിത്ര പോരാട്ടങ്ങളും ഇനി കേരളത്തിലെ ഇപ്പോൾ അധികാരത്തിലുള്ള ബഹുമാനപ്പെട്ട VD സതീശനോ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പൊതുവിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്ന പാണക്കാട്ടെ ബഹുമാന്യനായിട്ടുള്ള ഈ ഷംസുദ്ദീനൊന്നും വിചാരിച്ചാൽ ചരിത്രത്തെ മാറ്റിമറിക്കാൻ സാധിക്കില്ല. ചരിത്രത്തിൻ്റെ പുസ്തകത്തിൽ എല്ലായിടത്തും ഈ വീര സവർക്കറുടെ ചരിത്രത്തെപ്പറ്റിയും വീര സവർക്കറുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെപ്പറ്റിയും എല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് ഞാനോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി പങ്കെടുക്കുന്ന ദീപയൊന്നും അതില്ല എന്ന് പറഞ്ഞാൽ അത് ഇല്ലാതായി പോകുന്നൊരു കാര്യമല്ല. ഈ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഏതൊക്കെ കാര്യങ്ങളിൽ ഏതൊക്കെ ഘട്ടങ്ങളിൽ ആരൊക്കെ ഇടപെട്ടിട്ടുണ്ട്, ആരൊക്കെ അതിൻ്റെ ഭാഗവാക്കായിട്ടുണ്ട്, ആരെല്ലാം ഏതെല്ലാം തരത്തിലാണ് അതിൽ ഇടപെടലുകൾ നടത്തിയിട്ടുള്ളത് എന്നെല്ലാം നമുക്ക് നോക്കിയാൽ ആ ചരിത്രത്തിൻ്റെ ഇന്ത്യൻ ഹിസ്റ്ററിയും അതുപോലെ തന്നെ വേൾഡ് ഹിസ്റ്ററിയും ഒക്കെ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൽ ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലെ ഒരു എയ്ഡഡ് സ്കൂളിലെ ക്വിസ് മത്സരവുമായി ബന്ധപ്പെട്ട ചോദ്യം, ആ ചോദ്യാവലി തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ടുയർന്ന ഒരു ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പാവപ്പെട്ട ഒരു അധ്യാപകനെ ഇത്തരത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് വേട്ടയാടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എന്താണ് ആ ചോദ്യം? ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം ജയിൽ ശിക്ഷ അനുഭവിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആര് എന്നതാണ് ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് തയ്യാറുണ്ടോ എന്നതാണ് BJP ചോദിക്കുന്ന ചോദ്യം. കാരണം അങ്ങനെ ഒരു ചോദ്യം പൊതുവിദ്യാഭ്യാസ മന്ത്രിയോട് ചോദിച്ചാൽ, എന്നോട് ചോദിച്ചാലും പൊതുവിദ്യാഭ്യാസ മന്ത്രിയോട് ചോദിച്ചാലും, ഈ ചർച്ചയിൽ കോൺഗ്രസിനെയും സർക്കാരിനെയും ന്യായീകരിക്കാൻ വന്നിരിക്കുന്ന ദീപയോട് ചോദിച്ചാലും ലക്ഷ്മിയോട് ചോദിച്ചാലും ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ. അത് 20 വർഷക്കാലം ഈ ജയിൽവാസം അനുഭവിച്ചിട്ടുള്ള 1911 മുതൽ 1921 വരെ ജയിൽവാസം അനുഭവിക്കുകയും 24-ൽ മോചനം നേടുകയും ചെയ്തിട്ടുള്ള വിനായക ദാമോദർ ഈ വീര സവർക്കർ എന്ന് പറയുന്ന ആൾ മാത്രമാണ് അത്തരത്തിൽ ജയിൽവാസം അനുഭവിച്ചത്. അതിപ്പോൾ ആ ചോദ്യം തയ്യാറാക്കിയിട്ടുള്ള അധ്യാപകൻ്റെ മാത്രം കണ്ടുപിടുത്തമല്ല, അത് ഇന്ത്യൻ ചരിത്രത്തിൻ്റെ കണ്ടുപിടുത്തമാണ്. ഇന്ത്യയുടെ ചരിത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന കാര്യമാണ്. അതാരെങ്കിലും ഇനി മാറ്റാൻ സാധിക്കുമോ എന്ന്, അല്ലെങ്കിൽ വേണമെങ്കിൽ ഇനി ഷംസുദ്ദീൻ 2026 ഈ ആഗസ്റ്റ് മാസം മുതൽ ജയിൽവാസം അനുഷ്ഠിച്ച് ഈ 2020 വർഷം പിന്നിട്ട് 2047 ആകുമ്പോൾ ജയിൽവാസ മോചിതനായി സ്വാതന്ത്ര്യത്തിൻ്റെ പോരാട്ടത്തിന് വേണ്ടി കേരളത്തിൻ്റെ ഒരു പൊതുവിദ്യാഭ്യാസ ചരിത്രത്തിന് വേണ്ടി ജയിൽവാസം അനുഭവിച്ചാൽ ഒരു ചരിത്രം വേണമെങ്കിൽ അദ്ദേഹത്തിന് കുറിക്കാൻ സാധിക്കും. പക്ഷേ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൻ്റെ രേഖകൾ പരിശോധിച്ച് നോക്കിയാൽ ഏറ്റവും കഠിനമായ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ഏക വ്യക്തി എന്ന് പറയുന്നത് അത് വീര സവർക്കറാണ് എന്ന് അഭിമാനത്തോടു കൂടി നമ്മൾ പറയേണ്ടി വരും. കാരണം അത് ചരിത്രമാണ്. ഞാനോ അല്ലെങ്കിൽ ലക്ഷ്മിയോ ദീപയോ അല്ലെങ്കിൽ ഇതിനെ എതിർക്കുന്ന മതമൗലികവാദികളായിട്ടുള്ള ലീഗുകാർക്കോ അതിന് മാറ്റിമറിക്കാൻ സാധിക്കില്ല. ഒരു പാണക്കാട്ടെ തങ്ങളുമല്ലാന്നേ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൻ്റെ ഭാഗവാക്കായി നിന്നത്. ഒരു പാണക്കാട്ടെ കുടുംബക്കാരുമല്ല സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഇത്രയും കാലം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ളത്. ആ ചരിത്രം നമുക്ക് മനസ്സിലാക്കി അത് വരുന്ന തലമുറയ്ക്ക് പകർന്നു നൽകുക എന്നതാണ് വിദ്യാഭ്യാസ വകുപ്പ് നൽകേണ്ട ഒരു കാര്യം. കാരണം എല്ലാവരും ഇപ്പോൾ കുറ്റം പറയുന്നല്ലോ. ഇപ്പം കുപ്രസിദ്ധി നേടി എന്നതാണ് ദീപ ഉപയോഗിച്ച വാക്ക്. ഇപ്പോൾ മഹാത്മാഗാന്ധി എങ്ങനെയാണ് മഹാത്മാവായി മാറിയത്, എങ്ങനെയാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവായി മാറുന്നത്, ഓരോ കാലഘട്ടത്തിനും അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ പോരാട്ടത്തിനനുസരിച്ചിട്ടാണ് പേര് നൽകുന്നത്. വെറും സവർക്കറായിരുന്ന ആ വ്യക്തി എങ്ങനെയാണ് വീര സവർക്കറായി മാറുന്നത്? ഗാന്ധിയും ബാലഗംഗാധര തിലകവും ഒക്കെയാണ്. ചരിത്രത്തിൻ്റെ രേഖകൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാൻ സാധിക്കും. വീര സവർക്കർ, ധീരൻ, വീരൻ എന്ന അർത്ഥത്തിൽ ആ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീച്ചൂളയിൽ എടുത്തു ചാടുന്ന ആ ഘട്ടത്തിൽ പേരു നൽകുന്നത്. നമ്മുടെയൊക്കെ ചരിത്ര പുസ്തകം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്കിത് അറിയാൻ സാധിക്കും. നമ്മളുടെ ചരിത്രം നമ്മളുടെ മുമ്പിൽ ഒരു രേഖയായി, മായാത്ത അണയാത്ത മങ്ങിപ്പോകാത്ത ഒരു സൂര്യനായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം നിലനിൽക്കുന്നുണ്ട്. ആ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ എല്ലാ കാലത്തും ഓർമ്മിക്കാനും വരും തലമുറയ്ക്കും ഈ ഭാരതത്തിലെ യുവതലമുറയ്ക്കുമെല്ലാം അഭിമാനത്തോടു കൂടി ഈ രാജ്യത്തിനു വേണ്ടി, ഈ രാജ്യത്തിൻ്റെ ദേശീയതയ്ക്ക് വേണ്ടി, ഈ
പോരാട്ടം ഈ രാജ്യത്തിനു വേണ്ടി നടത്താൻ പ്രചോദനവും പ്രതീക്ഷയുമായി പ്രത്യാശയുമായി നിലകൊള്ളുന്ന ഒരു മഹാത്മാവായി തന്നെ ആരൊക്കെ എതിർത്താലും ആരൊക്കെ തള്ളിപ്പറഞ്ഞാലും ആരൊക്കെ കുറ്റം പറഞ്ഞാലും ഏതു പാണക്കാട്ട കുടുംബക്കാരും ലീഗുകാരും ജമാഅത്ത് ഇസ്ലാമിക്കാരും അവർക്ക് കുടപിടിക്കുന്ന ഏത് കോൺഗ്രസ്സുകാരും ഒരുമിച്ചെതിർത്താലും വീര സവർക്കർ അത് ചരിത്രത്തിൻ്റെ പുസ്തകത്തിലുണ്ടാകും. നമ്മൾ പഠിച്ച ചരിത്രത്തിൻ്റെ ഭാഗമായി ഉണ്ടാകും. ആ സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ വീര സവർക്കറെ മാറ്റി നിർത്തി ഒരു ചരിത്രലേഖകനും ഒരു ലേഖനം എഴുതാൻ ഒരു വരി എഴുതാൻ കഴിയില്ല എന്നത് വസ്തുതയായി തന്നെ നമ്മളുടെ മുമ്പിലുണ്ടാകും. അത് ഇനി ഏത് മതമൗലികവാദിയെ കൂട്ടുപിടിച്ച് ഏത് മതമൗലികവാദിയുടെ ആ ഒത്താശ ചെയ്തും ഈ സർക്കാർ അതിനെയൊക്കെ എതിർത്താലും ആ അധ്യാപകൻ നടത്തിയത് അദ്ദേഹത്തിൻ്റെ തൊഴിലാണ്, അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അദ്ദേഹം ഈ സമൂഹത്തിനോട് ചെയ്ത നന്മയുള്ള കാര്യമാണ്. ചരിത്രം അത് വരുന്ന തലമുറയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് ആ അധ്യാപകൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്തമാണ്. അദ്ദേഹത്തെ വേട്ടയാടാൻ ശ്രമിച്ചാൽ അതിനെ ഞങ്ങൾ തെരുവിൽ തന്നെ നേരിടും. അധ്യാപകന് പരിപൂർണമായിട്ടുള്ള പിന്തുണ ഞങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ്.